അത്യാവശ്യം മഴ നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് കുറച്ച് ശമനം കിട്ടിയത്. അതുകൊണ്ട് വെള്ളമൊക്കെ താഴ്ന്നു വിചാരിച്ചിട്ട് എല്ലാവരും ഒരു ചെറിയ സന്തോഷത്തിലായിരിക്കണ്. പക്ഷെ സന്തോഷിച്ചിട്ട് കാര്യമില്ല, മഴ ഇനിയും കൂടാൻ പോവുകയാണ്. അപ്പോൾ അതിന്റെ ഒരു ന്യൂസാണ്. തീവ്ര മഴ ഇന്നും 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. സംസ്ഥാനത്ത് തീവ്ര മഴ തുടരും. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്നും കനത്തതോ അത്യന്തം കനത്തതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. അപ്പൊ അതാണ്, ഇനിയിപ്പോ മഴ പെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അതിലിപ്പോ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഒരു നിലയുള്ള വീടുള്ളവർക്കൊക്കെ നല്ല പ്രശ്നമായിരിക്കും. കാരണം അവരുടെയൊക്കെ പകുതിയോളം ഇപ്പൊ വെള്ളം എത്തുന്ന പറയുന്നത്. ഇപ്പൊ മാറി താമസിക്കണം എന്നൊക്കെ ഇവിടെ മന്ത്രിമാരും പലരും പറയുന്നുണ്ട്. എവിടെ മാറി താമസിക്കാനാ? വീടില്ലാത്തവർ വേറെ വീട് ഇനി കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കാര്യമാണ്. അപ്പൊ വീടില്ലാത്തവരൊക്കെ എങ്ങോട്ട് പോവും? പിന്നെ മഴയുടെ ന്യൂസ് തന്നെയാണ് എല്ലാ പേപ്പറിലും ഉള്ളത്. 4ാം ദിവസം കൂടി ശക്തമായ മഴ എന്നാണ് ജന്മഭൂമിയിൽ കൊടുത്തിരിക്കുന്നത്. പോരാത്തതിന് 16 മരണം നടന്നു എന്നുള്ള ഒരു ന്യൂസും കൂടി ജന്മഭൂമിയിൽ കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് മാത്രമാണ് 16 മരണം നടന്നിരിക്കുന്നതെന്നാണ് ജന്മഭൂമിയിൽ പറഞ്ഞിരിക്കുന്നത്. അതേ ന്യൂസ് തന്നെയാണ് മംഗളത്തിലുള്ളത്. പക്ഷെ മംഗളത്തിൽ ഒരു വ്യത്യാസമുണ്ട്. 18 മരണമാണ് മംഗളത്തിൽ കൊടുത്തിരിക്കുന്നത്. ഓരോരോ പേപ്പറിൽ ഓരോരോ മരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മലയാള മനോരമയിൽ പിന്നെ പരസ്യത്തിന് പത്രമാണല്ലോ. ഈ ഫ്രണ്ട് പേജിൽ തന്നെ അവർ പരസ്യം മാത്രമേ കൊടുക്കുള്ളൂ. ഓക്സിജന്റെ വലിയ പരസ്യം കൊടുത്തിട്ടുണ്ട്. പ്രളയം വന്നു ഒന്നും ചെയ്യാതെ കേരളം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതെന്തായാലും സർക്കാരിന് ഇട്ട് ഒന്ന് കൊട്ടിയിരിക്കുകയാണെന്ന് മനസ്സിലായി. പക്ഷെ മനോരമയിൽ മരണസംഖ്യ വീണ്ടും കൂടിയിട്ടുണ്ട്. 20 മരണമാണ് മനോരമയിൽ കൊടുത്തിരിക്കുന്നത്. മാതൃഭൂമിയിലും അതേപോലെ തന്നെ ദുരിതത്തിന്റെ മഴ തന്നെ കൊടുത്തിരിക്കുന്നത്. മാതൃഭൂമിയിലാണെങ്കിൽ എത്ര മരണം ഉണ്ടായെന്ന് മാതൃഭൂമിയിൽ എന്തായാലും കൊടുത്തിട്ടില്ല. പക്ഷെ ആരൊക്കെ മരിച്ചു എന്നുള്ളത് പേര് സഹിതം മാതൃഭൂമിയിൽ എഴുതിയിട്ടുണ്ട്. അതുമാത്രമല്ല, മരിച്ചവർക്ക് 8 ലക്ഷം രൂപ ധനസഹായം നൽകും എന്നുള്ള ഒരു ന്യൂസും കൂടി മാതൃഭൂമിയിൽ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. കേരള കൗമുദിയിൽ കുറച്ചും കൂടി നന്നായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. 8 ലക്ഷം രൂപ എന്തായാലും മരിച്ചവരുടെ കുടുംബത്തിന് കൊടുക്കും എന്നുള്ള ന്യൂസ് ആയിട്ട് തന്നെ തലക്കെട്ടിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 18 പേര് മരിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് കേരള കൗമുദിയിലും കൊടുത്തിരിക്കുന്നത്. മനോരമയിൽ മാത്രമാണ് തെറ്റായി കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷെ കേരള കൗമുദിയിലെ ഏറ്റവും ഫ്രണ്ടിലെ ഫസ്റ്റ് ന്യൂസ് ആയിട്ട് കോച്ച് ഫാക്ടറി ഇനി വരില്ല, അതിവേഗ റെയിലും വരില്ല എന്നാണ് പറയുന്നത്. കേന്ദ്രം അതിന് അനുമതി കൊടുത്തില്ല എന്നാണ് പറയുന്നത്. അതായത് കോച്ച് ഫാക്ടറി നമ്മുടെ പാലക്കാട് കഞ്ചിക്കോടിൽ വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ 10,000 പേർക്ക് കോച്ച് ഫാക്ടറി ഒക്കെ വന്ന 10,000 പേർക്ക് ജോലി കിട്ടും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെന്തായാലും ഇനിയിപ്പോൾ നടക്കില്ല. മെട്രോ വാനിന്റെ പദ്ധതി ഒക്കെ ഉണ്ടായിരുന്നു അതിൽ, അതും ഇനിയിപ്പോൾ നടക്കില്ല. അതിവേഗ റെയിലുമില്ല, കോച്ച് ഫാക്ടറി, അങ്ങനെയുള്ള ഒരു കാര്യം ഇനി കേരളത്തിൽ കൊടുക്കില്ല എന്നെ കേന്ദ്രം പറഞ്ഞിട്ടുണ്ട്. ഇതിനിപ്പോൾ കേന്ദ്രത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നറിയില്ല. ഇതിനു മുമ്പ് കൊടുത്ത അനുമതി ഒന്നും കേരളം നടപ്പാക്കിയിട്ടില്ല എന്ന് കേന്ദ്രം പറഞ്ഞിട്ടുണ്ട്. അതും കൊണ്ടാണ് കേരളത്തിന് പുതിയതായിട്ട് ഒന്നും അനുവദിക്കാത്തതെന്നും പറയുന്നുണ്ട്. പിന്നെ കൗമുദിയിൽ വേറൊരു ന്യൂസ് പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്ഫോമർ ഒക്കെ വെള്ളത്തിൽ മുങ്ങാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്തൊക്കെ പറഞ്ഞാലും കറണ്ടും വെള്ളവും ഒത്തുപോയില്ല. വെള്ളത്തിൽ കറണ്ട് ഉണ്ടോ എന്നും കൂടി നമുക്കറിയില്ല. നമ്മൾ എന്തായാലും ശരീരം വെള്ളത്തിൽ തട്ടിയാൽ മാത്രമേ നമുക്കറിയുള്ളൂ. അത് ഷോക്ക് അടിച്ച് മരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ട്രാൻസ്ഫോമറിന്റെ അടുത്ത് ഇപ്പൊ എങ്ങനെ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ 10 മീറ്റർ അടുത്ത് നിങ്ങൾ ഒരിക്കലും പോകരുത്. ആ 10 മീറ്ററോളം കറണ്ട് എന്തായാലും കൂടുതലും പാസ് ചെയ്യുക. അതുകൊണ്ട് അതിന്റെ അടുത്ത് പോയാൽ നിങ്ങൾക്ക് ഷോക്ക് അടിക്കും, നിങ്ങൾക്ക് മരണം ഉണ്ടാവും, നിങ്ങൾക്ക് എവിടെയും രക്ഷപ്പെടാനും പറ്റില്ല. അത് വളരെ പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ട്രാൻസ്ഫോമർ എങ്ങാനും പൊട്ടി വീണാൽ വേഗം KSEBക്ക് വിളിച്ചു പറയുകയാണ് വേണ്ടത്. രാത്രിക്ക് രാത്രി അവിടെ എന്തായാലും കറണ്ട് കട്ട് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ രാത്രി എല്ലാവരും ഉറക്കത്തിലായിരിക്കും, അറിഞ്ഞു ഒന്നും വരില്ല. പക്ഷെ എങ്ങാനും ആരെങ്കിലും കണ്ടുവച്ചാൽ അത് അപ്പൊ തന്നെ വിളിച്ചറിയിക്കാൻ ശ്രമിക്കുക. ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. അപ്പൊ ഇന്നും കുറച്ച് കുഴപ്പമില്ലാതെ മഴ പെയ്യുന്നുള്ള ഒരു ഇത് തന്നെയാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. വെള്ളപ്പൊക്കം ആയപ്പോഴും നിങ്ങളും ഭക്ഷണം കഴിച്ചിട്ടില്ലേ? അല്ലാണ്ട് നിങ്ങളും വെള്ളപ്പൊക്കം ആയതുകൊണ്ട് കഴിക്കാണ്ടി ഒന്നും ഇരുന്നിട്ടില്ലല്ലോ. എന്താ വെച്ചാൽ BJPക്ക് കനത്ത തിരടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. കാരണം പ്രശാന്ത് കിഷോറിന് നല്ല അട്ടിമറി വിജയം എന്തായാലും പാറ്റ്നയിൽ കിട്ടിയിട്ടുണ്ട്. പ്രശാന്ത് കിഷോറിനെ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്നറിയില്ല. മൂപ്പരൊരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആണ്. വിജയിനെ മുഖ്യമന്ത്രി ആക്കിയ വ്യക്തി പ്രശാന്ത് കിഷോറാണ്. വിജയ്ക്ക് മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ട് 900 കോടി രൂപയാണ് വിജയ് പ്രശാന്ത് കിഷോറിന് ഇലക്ഷൻ സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം എന്തായാലും പാറ്റ്നയിൽ നല്ല രീതിയിൽ ജയിച്ചിട്ടുണ്ട്. ബീഹാറിലെ ബങ്കിപ്പൂർ നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജൻ സുരാജ് പാർട്ടി സ്ഥാപകൻ പ്രശാന്ത് കിഷോറിന് ഉജ്ജ്വല വിജയം എന്തായാലും ഉണ്ടായിട്ടുണ്ട്. ഇതിൽ കാരണം എന്താ വെച്ചാൽ ഇവർ പറയുന്നത് വെച്ചാൽ ജെൻസി വോട്ടുകൾ നിർണായകമായി എന്നാണ് ഇതിൽ പറയുന്നത്. BJPയുടെ കോട്ട എന്നറിയപ്പെടുന്ന ബങ്കിപ്പൂരിൽ പാർട്ടിക്കുണ്ടായ തിരിച്ചടിക്ക് പിന്നാലെ വിദ്യാർത്ഥികളുടെ യുവ വോട്ടർമാരുടെയും രോഷമാണെന്ന് വിലയിരുത്തൽ.
തൊഴിലില്ലായ്മ, നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് നേരെ നടന്ന പോലീസ് നടപടികൾ എന്നിവയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുണ്ടായ കടുത്ത അമർഷമാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചത്. അത് പിന്നെ കോമൺ സെൻസ് ഉപയോഗിക്കണ എല്ലാവർക്കും മനസ്സിലാവും ഇതാണ് കാരണം എന്നുള്ളത്. എന്തായാലും ജെൻസി കുട്ടികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവർക്ക് വെച്ചാൽ പൊളിറ്റിക്സ് അറിയില്ലായിരിക്കും, പക്ഷെ അവർ ഇമോഷൻസ് ബേസിൽ എന്തായാലും നല്ല രീതിയിൽ വോട്ട് ചെയ്യും. ആ ഇമോഷൻസ് ആണ് ഇവിടെ നന്നായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്ത ബിസിനസ് ന്യൂസ് ആണ്. സമാധാന പ്രതീക്ഷയിൽ വിപണിയിൽ മുന്നേറ്റം. അതെന്തായാലും ഇപ്പോൾ യുദ്ധമൊക്കെ നിന്നുകൊണ്ട് ഷെയർ മാർക്കറ്റ് ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും കുറച്ച് ലാഭം കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. എന്തായാലും ഇതിൽ വിപണിയിൽ മുന്നേറ്റം എന്ന് പറയുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഷെയർ മാർക്കറ്റ് കുറച്ച് ഡൗൺ തന്നെയാണ്. ഗോൾഡ് ബീസിലൊക്കെ ഇട്ടവർക്ക് എന്തായാലും ഡൗൺ ആയിട്ട് തന്നെ കാണുന്നത്. ബാങ്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് കുറച്ചും കൂടി ഒരു ഗുണം എന്തായാലും കുറച്ച് ദിവസം കൊണ്ട് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ക്രൂഡ് ഓയിൽ താഴേക്ക്, രൂപയും ഓഹരിയും കുതിപ്പിൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. വിദേശ നിക്ഷേപകർ മടങ്ങി എത്തുന്നു എന്നും കൂടി ഇവർ കൊടുത്തിട്ടുണ്ട്. അതായത് ആഗോള ടെക് കമ്പനികളുടെ ഓഹരി വിലയിലുണ്ടായ കനത്ത ഇടിവും ഇന്ത്യൻ സാമ്പത്തിക മേഖലയിലെ ഉണർവിന്റെ സൂചനകളും കണക്കിലെടുത്ത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യക്ക് വിപണിയിൽ വീണ്ടും പണമൊഴുക്കുന്നു. ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യും, വീണ്ടും പോവും. ഇതൊരു പതിവായിട്ടുള്ള കാര്യമാണ്. യുദ്ധം വരുമ്പോൾ അവരെന്തായാലും എടുത്ത് വെക്കും, അല്ലാത്തപ്പോൾ അവരെന്തായാലും ഇൻവെസ്റ്റ് ചെയ്യും. ഇത് സാധാരണയാണ്. മിക്കപ്പോഴും ടെക് കമ്പനിയിലാണ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണത്. ഇന്നലെ ഒരു വീഡിയോ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ടെക് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാ പറയുക. അതുപോലെ നിങ്ങൾക്ക് വാച്ച് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്വിറ്റ്സർലാൻഡിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ദുബായ് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് വലിയ ആമസോൺ, നെറ്റ്ഫ്ലിക്സ് ഇതുപോലെയുള്ള ഇൻവെസ്റ്റ്മെന്റിൽ താല്പര്യമെങ്കിൽ നിങ്ങൾ അമേരിക്ക, US നിങ്ങൾ ഒളിമ്പിക് ട്രേഡിലൂടെ ഇൻവെസ്റ്റ് ചെയ്യണം. ഇതാണ് ശരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു രീതി. ഇങ്ങനെയാണ്. നിങ്ങൾ അത് നോക്കിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പൊ പത്തനംതിട്ട മൊത്തം മുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ജോളി സിൽക്സിന്റെ കൊല്ലം ഷോറൂം ഇന്നലെ ഉദ്ഘാടനമൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ഫോട്ടോ ഒക്കെ എന്തായാലും കൊടുത്തിട്ടുണ്ട്. മഴക്കെടുതിക്കാരൻ റാണി ടൗൺ എന്തായാലും മുങ്ങിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഭീമ ജ്വല്ലറി റാണി ടൗണിൽ മുങ്ങിയ 11 ജ്വല്ലറിയിലെ ആൾക്കാർക്കും 20 ലക്ഷം രൂപ വെച്ച് നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഷുറൻസ് എമൗണ്ട് ഒക്കെ ആയിട്ട് മുങ്ങിയ സ്വർണ്ണക്കടക്ക് എല്ലാവർക്കും കൊടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അവർ പിന്നെ ഒരേ മേഖലയിലുള്ള ബിസിനസ്സുകാരാണല്ലോ, അതുകൊണ്ടായിരിക്കും അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവുക. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കുമ്പോഴാണ് ഇപ്പൊ വേറൊരു കൊള്ളയും കൂടി വന്നിരിക്കുന്നത്. ശബരിമലയിൽ ഹൈക്കോടതി മിൽമ നെയ്യ് വെട്ടിപ്പ് അന്വേഷിക്കണം. സ്വർണ്ണം മാത്രമല്ല, നെയ്യും നല്ല രീതിയിൽ തന്നെ കട്ടിട്ടുണ്ട്. അത് വെറുതെ കട്ടിട്ട് വീട്ടിൽ കൊണ്ടുപോയല്ല ചെയ്തിട്ട്, കട്ടിട്ട് വേറെ കടയിലേക്ക് മറിച്ച് വെക്കുകയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ശബരിമലയ്ക്ക് പിന്നെ നെയ്യ് കൊണ്ടുവരുന്ന എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള നെയ്യായിരിക്കും. മിൽമയുടെ നെയ്യാണ് കൂടുതൽ ശബരിമലയ്ക്ക് ആൾക്കാർക്ക് കൊണ്ടുവരുന്നത്. പിന്നെ തമിഴ്നാട്ടിൽ നിന്നാണെങ്കിലും കർണാടകയിൽ നിന്നാണെങ്കിലും അവരൊക്കെ പാക്കറ്റ് നെയ്യല്ല, അവരൊക്കെ നല്ല കടഞ്ഞെടുത്ത നെയ്യാണ് കൊണ്ടുവരുന്നത് കണ്ടിരിക്കുന്നത്. അതൊക്കെ എന്തായാലും എടുത്ത് മറിച്ച് വിറ്റിട്ട് ശബരിമലയിലെ ആവശ്യത്തിന് എന്തായാലും ക്വാളിറ്റി ഇല്ലാത്ത നെയ്യ് ഉപയോഗിച്ചു. അതെന്തായാലും ഹൈക്കോടതി ഉത്തരവിറക്കിയിട്ട് അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട്. ഈ നെയ്യ് അവിടെ പോയി എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ എന്തായാലും പറ്റില്ല. കാരണം നെയ്യും കൊണ്ട് പല ഫുഡും ഉണ്ടാക്കിയിട്ട് എല്ലാവരും അത് തിന്ന് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനിയിപ്പോ അന്വേഷിച്ചിട്ടും കാര്യമില്ല, ഇതൊന്നും കിട്ടാനും പോണില്ല. പിന്നെ ഭക്ഷണത്തിന്റെ ഒരു പ്രശ്നമാണ്. ഭക്ഷണം കഴിച്ചത് ഇത്ര അപരാധമോ? മുഖ്യമന്ത്രി കോപ്റ്ററിൽ പോയത് നിക്ഷേപകരെ കാണാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ ഇപ്പൊ മുഖ്യമന്ത്രിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. പിന്നെ ഹെലികോപ്റ്റർ യൂസ് ചെയ്ത് എന്റെ നാട്ടില് ഗുരുകുലം പറഞ്ഞ സ്കൂളുണ്ട്. ആ സ്കൂൾ ഉദ്ഘാടനത്തിന് പിണറായി വിജയൻ ഹെലികോപ്റ്ററിലാണ് വന്നത്. അതുപോലെ തന്നെ 10-100 പോലീസുകാരും ഉണ്ടായിരുന്നു. ഒരു സ്കൂളിന്റെ ഒരു ഇനാഗുറേഷന് വേണ്ടിയിട്ട് പിണറായി വിജയൻ എന്തായാലും പാലക്കാട് വരെ വരാൻ പറ്റുകയാണെങ്കിൽ നിക്ഷേപകരെ കാണാൻ വേണ്ടിയിട്ട് എന്തായാലും VD സതീശൻ കൊച്ചിയിൽ പോയതിന് പ്രശ്നമൊന്നുമില്ല. എന്തായാലും മുഖ്യമന്ത്രിക്ക് ഉപയോഗിക്കാൻ തന്നെയല്ലേ ഹെലികോപ്റ്റർ, സ്വകാര്യ ആവശ്യത്തിനൊന്നും ഇല്ലല്ലോ, നിക്ഷേപകരെ കാണാൻ തന്നെയല്ലേ. ആ നിക്ഷേപകര് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് കേരളത്തിലേക്ക് കൊച്ചിയിലേക്ക് വന്നാണ്. അവർക്ക് വൈകുന്നേരം കേന്ദ്രത്തിൽ പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ് VD സതീശൻ വേഗം എന്തായാലും ഹെലികോപ്റ്റർ എടുത്തത് എന്നാണ് പറയുന്നത്. അതിൽ എന്ത് നിക്ഷേപം ഏത് നിക്ഷേപമെന്നൊന്നും പറഞ്ഞിട്ടില്ല, അത് വഴിയെ പറയുമായിരിക്കാം. വേറൊരു ന്യൂസ് കേരള കൗമുദി കൊടുത്തിരിക്കുന്നത് CJPന്റെ പ്രതിഷേധത്തിന് വേണ്ടിയിട്ട് അത്യാവശ്യം കേരളത്തിലും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഡൽഹിയിൽ പോയിട്ട് കുറെ പേര് സമരം ചെയ്തിട്ടുണ്ടായിരുന്നു, വിദ്യാർത്ഥികൾ തന്നെ. ആ വിദ്യാർത്ഥികൾക്കെതിരെ എന്തായാലും കേസ് എടുത്തിട്ടുണ്ട്. ആ സംസ്ഥാനങ്ങൾക്ക് കേസുകൾ പിൻവലിക്കാം എന്നൊരു ന്യൂസ് എന്തായാലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിക്രമം കാട്ടിയവരെ സംരക്ഷിക്കരുത് എന്നും കൂടി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അതിക്രമം ഇല്ലാണ്ട് ജന്തർ മന്ദിറിൽ ആരാണ് സമരം ചെയ്ത് അവരെ മാത്രം വെറുതെ വിട്ടോളാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്തൊരു സിനിമ ന്യൂസ് ആണ്. ജനനായകൻ ദളപതിന്റെ അവസാനത്തെ സിനിമയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇന്നേരം തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടാവും എന്ന് പറയാം. കുറെ പേര് ക്ലൈമാക്സ് ആകുമ്പോൾ നല്ല ബോറാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും ഇത് അവസാനത്തെ സിനിമയാണ്. അപ്പൊ അത് തിയേറ്ററിൽ തന്നെ കാണുക, കണ്ട് ആസ്വദിക്കുക. കാരണം ഇനി ഇങ്ങനെ ഒരു സിനിമ ഇല്ല. കാരണം രാവിലെ എണീച്ചിട്ട് 4 മണിയുടെ ഫാൻ ഷോ ഇല്ല,
ആരവോ ചെണ്ടമേളവും ഇല്ല, ആരവവും ഇല്ല, ആണെഴുന്നള്ളത്തില്ല, അങ്ങനെയൊക്കെ നടക്കണ ഒരു ആഘോഷമാണ് വിജയിന്റെ സിനിമ ഉണ്ടാവുക. പക്ഷെ അതൊന്നും ഇനി ഇല്ല. പക്ഷെ ന്യൂസ് എന്താ വെച്ചാൽ ലീക്കായ സിനിമയായിട്ടും 1.5 കോടി ആൾക്കാർ കണ്ടിട്ടും ജനനായകൻ ഇന്നലത്തോടെ 300 കോടി ക്ലബിൽ എന്തായാലും സിനിമ കയറിയിട്ടുണ്ട്. സിനിമയുടെ ബഡ്ജറ്റ് ശരിക്കും പറഞ്ഞാൽ 350 കോടിയാണ്, 300 കോടി ക്ലബ്ബ് കയറിയിട്ടുണ്ട്. അതൊരു ലീക്കായ സിനിമ. ഇനിയിപ്പോൾ ആമസോൺ പ്രൈമുകാർ അതെന്തായാലും 200 കോടിക്ക് എന്തായാലും വാങ്ങുന്നൊക്കെയാണ് പറയുന്നത്. 200 കോടി പോരാ എന്ന് KVM പ്രൊഡക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിപ്പോൾ OTT റൈറ്റ്സ് ഒന്നും കൊടുക്കാണ്ടിരിക്കണം. അങ്ങനെ സാറ്റലൈറ്റ് എല്ലാം കൂടിയായിട്ട് 10-600 കോടി കിട്ടാൻ സാധ്യത എന്തായാലും ഉണ്ട്. പിന്നെ അടുത്തൊരു ബിസിനസ് ന്യൂസ് ആണ്. 300 രൂപ തൊടാൻ റബ്ബർ വില. റബ്ബറിന് എന്തായാലും കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് 280, 250 ആ രൂപയിലൊക്കെ വ്യത്യാസം വന്നാണ്. ഇപ്പൊ എന്തായാലും 300 രൂപ ആവുന്ന പറയുന്നത്. കുറെ കാലമായി റബ്ബർ കർഷകരൊക്കെ കുറെ കഷ്ടപ്പെടുന്നു. ഇപ്പോഴാണ് കുറച്ച് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ വന്നപ്പോൾ റബ്ബറിന് വില കൂടുകയോ ചെയ്തിരിക്കണം. റബ്ബർ കർഷകരൊക്കെ ഇപ്പൊ രക്ഷപ്പെട്ടു. കാരണം അത്യാവശ്യം 7-8 വർഷമായി റബ്ബറിന് വലിയ വിലയൊന്നുമില്ല. ആ വില ഇല്ലാണ്ടാവാൻ കാരണം CPM കാരൊന്നുമല്ല. കാരണം നമ്മുടെ റബ്ബർ എന്തായാലും കയറ്റുമതി ചെയ്യാൻ അങ്ങനെ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വില കുറഞ്ഞത്. ഇപ്പൊ എന്തായാലും വീണ്ടും വില കൂടിയിട്ടുണ്ട്. എന്തായാലും നന്നായി 298 രൂപയാണ് ആയിരിക്കുന്നത്. എന്തായാലും 300 ആവുകയും ചെയ്യും. അപ്പൊ അത്യാവശ്യം പ്രധാന വാർത്തകളൊക്കെ നമ്മൾ ഇന്ന് എന്തായാലും നോക്കിക്കഴിഞ്ഞു. മെയിനായിട്ട് മഴ തന്നെയാണ് ഇന്നത്തെ ന്യൂസ്. അപ്പോൾ നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.